ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ചർച്ച ചെയ്യാൻ CITU പ്രതിനിധികളും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ട്രാൻസ്പോർട്ട് കമ്മീഷണറെ കാണും. അല്പസമയത്തിനകമാണ് കൂടിക്കാഴ്ച. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, ഇനിയിപ്പോൾ കടുംപിടുത്തം സാധ്യമാണോ? പ്രത്യേകിച്ചും കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വരാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സംഘടനകൾ ആലോചിക്കുന്നത്? നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇന്നും ഈ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെയാണ് കോടതിയിൽ നിന്ന് വളരെ വലിയൊരു വിധിയും ഉണ്ടാകുന്നത്. അതായത് ഏറ്റവും പ്രധാനമായി ഇവരെയൊക്കെ ബാധിച്ച ഒരു വിധി എന്ന് പറയുന്നത് ഈ പരിഷ്കരണം അങ്ങനെ തന്നെ നടത്താം, അവരുടെ സ്റ്റേ ആവശ്യം കോടതി തള്ളി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നത് ഈ ഓൾ കേരള ഡ്രൈവിംഗ് വർക്കേഴ്സ് യൂണിയന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. ചേട്ടാ, ഈ കോടതി വിധി എങ്ങനെയാണ്? കോടതി വിധിയെ ഈ ഉദ്യോഗസ്ഥരും ഡിപ്പാർട്ട്മെൻറ്റ് തെറ്റിദ്ധരിപ്പിച്ചാണ് ആ കോടതി വിധി ഉണ്ടായത്. 28-ാം തീയതി നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചാണ് 15 ഉദ്യോഗസ്ഥരെ, അതായത് കേരളത്തിലുള്ള 15 ഉദ്യോഗസ്ഥർ, ഒരു ഉദ്യോഗസ്ഥൻ 130 പേർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തു എന്നാണ് നമ്മളത് വായിച്ചത്. അത്രയും 15 ഉദ്യോഗസ്ഥരെ മുട്ടത്തറ ടെസ്റ്റ് ഗ്രൗണ്ടിൽ വിളിച്ചു വരുത്തി പരസ്യ വിചാരണ ടെസ്റ്റ് നടത്തുകയാണെന്ന് പറഞ്ഞ് അവരെല്ലാവരെയും വിളിച്ചു വരുത്തി ഇവിടെ നമ്മുടെ ഈ മേഖലയിലുള്ള 98 കാൻഡിഡേറ്റിനെ ആ ടെസ്റ്റിൽ പങ്കെടുപ്പിച്ചു. അതിനകത്ത് പാർട്ട് 1 കഴിഞ്ഞ് പാർട്ട് 2 വെളിയിൽ പോയപ്പോൾ കാൻഡിഡേറ്റിനെ ഫ്രണ്ട് ഡ്രൈവിംഗ് സീറ്റ് ഇരുത്തി, ഇടത് സൈഡിൽ ഉദ്യോഗസ്ഥനും ഇരുത്തി, ബാക്കിൽ 3 ഉദ്യോഗസ്ഥരായിരുന്നു. ഇവർ 4 പേരും കൂടെ നിർദ്ദേശം കൊടുത്തപ്പോൾ ഈ കാൻഡിഡേറ്റിന് ഓടിക്കാൻ പറ്റത്തില്ല. ആ കാൻഡിഡേറ്റിനെ ശരിക്കും പറഞ്ഞാൽ വിരട്ടി തോപ്പിക്കുകയാണ് ചെയ്തത്. ആ ഡീറ്റെയിൽസ് ആണ് കോടതിയിൽ കൊടുത്തത്. അതിൻ്റെ CD, അത് ക്യാമറ വഴി അവർ CD എടുത്തുകൊണ്ടിരുന്നു. ആ CD ആണ് കോടതി കൊടുത്തത്. അത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേരളം മുഴുവനും ഇതേ രീതിയിൽ ടെസ്റ്റ് നടക്കുന്നു, ഇവർ നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 15 ഉദ്യോഗസ്ഥൻ്റെ പരസ്യ വിചാരണയൊക്കെ അങ്ങ് പോയി. ഈ CD കോടതി കൊടുത്തപ്പോൾ കോടതിക്ക് അതെല്ലാം പരിശോധിക്കാൻ ഇവർ കൊടുത്തത്. പ്രതിഷേധം ഇനി ഏത് തരത്തിൽ കൊണ്ടുവരാനാണ്? പ്രതിഷേധ സമരമാർഗമായിട്ട് മുന്നോട്ട് പോകും. 4/24 എന്നുള്ള സർക്കുലർ പിൻവലിക്കും വരെ സമരമാർഗമായിട്ട് മുന്നോട്ട് പോകും. ഇത്തരത്തിലാണ് ഇവരുടെയും ഒരു നിലപാടെന്ന് പറയുന്നത്. എന്തായാലും 11 മണിയോടുകൂടി ഇവരുടെ ഈ CITU ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ കാണുന്നുണ്ട്. അതിനുശേഷം ഒരു ചർച്ച ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ, എന്തെങ്കിലും ഒരു നിലപാട് മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് ഇവർ. എന്തായാലും വരും ദിവസങ്ങളിൽ, ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് അടുത്ത ടെസ്റ്റ്, അന്നും ഈ ടെസ്റ്റ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ യൂണിയൻ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.